ഇന്നു മുതൽ പുതിയൊരു കോഴ്സ് തുടങ്ങുകയാണ്. പേറോൾ കോഴ്സാണത്, അല്ലെങ്കിൽ സാലറി മാനേജ്മെന്റ് എന്നും പറയും. എന്താണ് പേറോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ഫേമിൽ 10 എംപ്ലോയി ഉണ്ട്, അല്ലെങ്കിൽ 1000 എംപ്ലോയീസ് ഉണ്ട്. ഇവർക്കെല്ലാം സാലറി ഒറ്റ ക്ലിക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ സാലറി കൊടുക്കാൻ 1 സെക്കൻഡ് മതി. ഓരോ എംപ്ലോയികളുടെയും എല്ലാ അലവൻസുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പേറോൾ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേറോൾ എന്നുള്ള ഓപ്ഷൻ ടാലിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു കോഴ്സായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതായത് ഈ വീഡിയോകളിലൊക്കെ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചുരുക്കിയിട്ട് പറയാം. അതായത് എങ്ങനെയാണ് നമ്മളെ പേ സ്ലിപ്പ് എടുക്കുക, അതായത് എങ്ങനെയാണ് ഓരോ എംപ്ലോയിയുടെയും പേ സ്ലിപ്പ് എടുക്കുക, അതേപോലെ തന്നെ പേ ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ടാലിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ പേറോൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ പേറോൾ റിപ്പോർട്ട് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേ സ്ലിപ്പ്, ഓരോ എംപ്ലോയിയുടെയും പേ സ്ലിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. പേ ഷീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും, അറ്റൻഡൻസ് ഷീറ്റ് എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ പേയ്മെന്റ് അഡ്വൈസ്. പിന്നെ നമ്മൾക്ക് പേറോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അത് എംപ്ലോയി പേ ഹെഡ് ബ്രേക്കപ്പ് ആയിട്ട് എടുക്കാം, അതേപോലെ തന്നെ പേ ഹെഡ് എംപ്ലോയി ബ്രേക്കപ്പ് ആയിട്ട് എടുക്കാം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എന്ന് പറയുക. അതായത് നമ്മൾക്ക് ഇവിടെ പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, PF, അതേപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതേപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ്, നാഷണൽ പെൻഷൻ സ്കീം, LPS എന്ന് പറയും, ഗ്രാറ്റുവിറ്റി, ഇൻകം ടാക്സ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ടാലിയിൽ പേറോൾ സെറ്റ് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. അതേപോലെ ടാലിയിൽ എങ്ങനെയാണ് പേറോൾ ആക്ടിവേറ്റ് ചെയ്യുക, എംപ്ലോയി ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, പേ ഹെഡുകൾ എങ്ങനെയാണ് കൊടുക്കുക, എങ്ങനെയാണ് ഓരോരുത്തർക്കുള്ള സാലറി ഡിഫൈൻ ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.